സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അതിനു മുൻപുള്ള ആഴ്ചകളിലും എല്ലാം ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ആരുടെ വിഷയമാണ്? ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വിഷയം അല്ലേ. ദുൽഖർ സൽമാനും മമ്മൂട്ടിക്കും എതിരെ ക്രിസംഗി കുട്ടന്മാർ അഴിച്ചുവിട്ട വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളും അതിന് പിന്നാലെ ഉണ്ടായ നടപടിക്രമങ്ങളും അതിൻ്റെ പിന്നാലെ ഉണ്ടായ ഈ നാടകീയ രംഗങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങളാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ട് പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷൻ പരിസരത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളിൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും വേറെ ഒന്നും ഒരക്ഷരവും ദുൽഖർ സൽമാൻ ഈ പറയുന്ന ക്രിസംഗികളോട് പറയുകയുണ്ടായില്ല. നേരെ ദുൽഖർ സൽമാൻ ചെയ്തത് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞത് ദുൽഖർ സൽമാന്റെ വാഹനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് എന്തിൻ്റെ പേരിലാണെങ്കിലും ദുൽഖർ സൽമാൻ ആ വാഹനം തിരികെ കിട്ടാനുള്ള അവകാശമുണ്ട്. അതിനായി ദുൽഖർ സൽമാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം: ദുൽഖർ സൽമാൻ ആ ഒരു വാഹനം തിരികെ കിട്ടണമെന്നുള്ളൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അപേക്ഷ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കൈമാറുക. ആ വാഹനം തിരികെ നൽകിയിരിക്കും. ഇൻ കേസ് വാഹനം തിരികെ നൽകിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാഹനം തിരികെ നൽകുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി താക്കീത് കൊടുത്തിരുന്നത്. അപ്പോൾ ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ഈ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന എല്ലാ സംഘിക്കുട്ടന്മാർക്കും കൊടുത്തത്. അപ്പോൾ ആ ഒരു നടപടിയിൽ അല്ലെങ്കിൽ ഈ ഹൈക്കോടതി കൊടുത്ത ആ ഒരു രൂക്ഷ വിമർശനത്തിൽ വലിയ രീതിയിൽ മനം നൊന്ത, വലിയ രീതിയിൽ രോക്ഷമുണ്ടായ വലിയ രീതിയിൽ ദേഷ്യം തോന്നിയ ആളുകൾ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിലേക്ക് ED റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുമായിട്ട് പോയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അണ്ണന്മാർ പോയ പോലെ തന്നെ തിരികെ പോയതാണ് നമ്മൾ കണ്ടത്. ദുൽഖർ സൽമാൻ കോടതിയിൽ പറഞ്ഞിരുന്നത് തൻ്റെ അനുമതി ഇല്ലാതെ തൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വാഹനം എടുത്തുകൊണ്ട് പോയതാണ്. ആ വാഹനത്തെ സംബന്ധിക്കുന്ന മതിയായ രേഖകളെല്ലാം എൻ്റെ പക്കലുണ്ട്, അതെല്ലാം സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടിയും അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്ന് വാഹനം എടുത്തുകൊണ്ട് പോയി എന്നുള്ളതായിരുന്നു ഈ ദുൽഖർ സൽമാൻ്റെ ഒരു ആരോപണം. ആ ഒരു ആരോപണങ്ങൾ ഹൈക്കോടതി ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് നടപടി ഹൈക്കോടതി എടുത്തത്. അപ്പോൾ ആ ഒരു ഹൈക്കോടതി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ദുൽഖർ സൽമാൻ ഈ പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് ഹർജി അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് അപേക്ഷ നൽകിയത്. ആ ഒരു അപേക്ഷയ്ക്ക് ഇന്നൊരു മറുപടി വന്നിരിക്കുകയാണ്, ആ വാഹനം വിട്ടു നൽകില്ല എന്ന്. അത് നമുക്കറിയാമല്ലോ അല്ലേ. ദുൽഖർ സൽമാൻ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വാഹനം വിട്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാർ തിരികെ കൊടുക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം നല്ല രീതിയിൽ കുരു പൊട്ടിയിരിക്കുകയാണ് സംഘിക്കുട്ടന്മാർക്ക്. അപ്പം പിന്നെ എങ്ങനെയാണ് ആ വാഹനം തിരികെ കൊടുക്കാൻ സാധിക്കുക? അതിലെന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന് വരുത്തി തീർത്തില്ലെങ്കിൽ അവരുടെ ഒരു മാനം പോയില്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കണ്ടു 3000-ന് മുകളിൽ കേസുകൾ ഫയൽ ചെയ്തതിൽ ആകെ 40 കേസുകൾ മാത്രമാണ് വിജയം കണ്ടിട്ടുള്ളതെന്ന്. ആര് ഫയൽ ചെയ്ത കേസുകളാണ്? കസ്റ്റംസും EDയും ഒക്കെ ഫയൽ ചെയ്തിട്ടുള്ള കേസുകൾ വലിയ വാല്യൂ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആ ന്യൂസിൽ കണ്ടത്. അപ്പോൾ അതേ സംഭവം തന്നെ ഇവർക്കൊരു നല്ല രീതിയിൽ തിരിച്ചടി കിട്ടിയപ്പോൾ അത് തങ്ങളുടെ ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും അത് ജനങ്ങൾ വേറെ രീതിയിലേക്ക് എടുക്കും, അല്ലെങ്കിൽ തങ്ങൾക്കൊരു സ്വീകാര്യത കിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ കളിച്ച സംഖ്യകളെ എല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയില്ല എന്നുള്ളൊരു പേടി കൊണ്ട് ഇവർ വീണ്ടും മെഴുകുകയാണ്. അപ്പോൾ തെറ്റില്ലെങ്കിലും കുറ്റമില്ലെങ്കിലും ആ കുറ്റം ദുൽഖറിൻ്റെ മേൽ തന്നെ വരണമെന്നുള്ളൊരു ഇൻറ്റൻഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുൽഖറിൻ്റെ വാഹനത്തിൽ ക്രമക്കേടുകളുണ്ട്. അതായത് ദുൽഖർ സൽമാൻ ആ വാഹനം എടുത്തിരിക്കുന്നത് കള്ളത്തരത്തിൽ കൂടിയാണ്, കള്ളപ്പണം വെളുപ്പിച്ചാണ്, ഹവാല ഇടപാടുകൾ നടത്തിയാണ്. അതിന് മമ്മൂട്ടിയും ഒത്താശ ചെയ്തു. മമ്മൂട്ടിയുടെ വീട്ടിൽ മറ്റുള്ള വാഹനങ്ങൾക്കൊപ്പം മറച്ചിട്ട് ഒളിപ്പിച്ചിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം മമ്മൂട്ടി ഇതുവരെയും ഈ ഒരു വിഷയങ്ങളിൽ ഒരു പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടില്ല. കാരണം മമ്മൂട്ടിക്ക് അറിയാം അതിൻ്റെ ഒരു ആവശ്യകതയില്ല, നിയമത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് തന്നെയാണ് മമ്മൂട്ടിയും പറയുന്നത്. എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ വിഷയങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. ഇത്രയും അധികം പൊന്നും പണവും എല്ലാം ഉള്ള മമ്മൂട്ടി തലമുറകൾക്ക് കഴിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ പണവും സിനിമയിൽ നിന്നും അല്ലാതെ ജോലിയിൽ നിന്നും എല്ലാം ഉണ്ടാക്കിയിട്ടൊരു നടൻ, ആ നടൻ്റെ മകനും സിനിമയിൽ തന്നെയാണ്. അദ്ദേഹത്തിനും ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്രയും പണമുള്ള ആളുകൾ ഒരു കള്ളത്തരം കാണിച്ചൊരു വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ചോറ് തിന്ന് ജീവിക്കുന്ന ഏതെങ്കിലും കുഞ്ഞു പിള്ളേരോട് ചോദിച്ചാൽ പോലും അവർ പറയുമല്ലോ ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. കാരണം അവർക്കൊക്കെ ഇട്ട് മൂടാനുള്ള പണമുണ്ട്. ഇഷ്ടപ്പെട്ട വണ്ടി മോഹവില കൊടുത്ത് വാങ്ങാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്താണ് അവർ വാങ്ങിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ അവർക്കിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട വണ്ടി കാണുകയാണെങ്കിൽ ഇന്ന് പോയി വണ്ടി EMI പോലും ഇടണ്ട, ഇന്ന് പോയി വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് തന്നെ അവർക്ക് എടുക്കാൻ പറ്റും. കാരണം അവരുടെ കയ്യിൽ അതിനുള്ള പണമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇത്തരത്തിലൊരു കള്ളത്തരം ദുൽഖർ സൽമാൻ കാണിക്കുമെന്ന് പറയുന്ന ഈ സംഘിക്കുട്ടന്മാരുടെ മെഴുകൽ അതൊരു വെറും ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞാനും പറയുന്നത്. അത് തന്നെയാണ് സത്യം. കാരണം ഇതിലൊരു കഴമ്പില്ല എന്നുള്ളത് നമുക്ക്
വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ വാഹനം തിരികെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു മറുപടിയുമായിട്ട് കസ്റ്റംസ് പോയിട്ടുണ്ട്. കാരണം ഹൈക്കോടതി പറഞ്ഞിരുന്നത് അപേക്ഷയുമായിട്ട് ദുൽഖർ പോകുമ്പോഴും ദുൽഖറിന് വണ്ടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് ഈ പറയുന്ന കസ്റ്റംസിൻ്റെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിക്ക് കിട്ടണമെന്നാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്, വാഹനം ഒരു കാരണവശാലും തിരികെ കൊടുക്കില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് 24 ന്യൂസിൽ വന്നൊരു വാർത്തയാണ്, അത് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഓപ്പറേഷൻ നംകോർ നിങ്ങൾക്കറിയാം, കസ്റ്റംസിന്റെ വണ്ടിപിടുത്തം. അതിന്റെ ഭാഗമായി കസ്റ്റംസ് പിടികൂടിയ നടൻ ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുകൊടുക്കില്ല എന്നാണ് അറിയുന്നത്. പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന്റെ രേഖകളിൽ സംശയമുണ്ടെന്നാണ് കസ്റ്റംസ് വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ദുൽഖറിന് വണ്ടി ഉടനെ കൊടുക്കാൻ സാധ്യതയില്ല എന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുക. മതിയായ രേഖകളില്ലാതെയാണ് തന്റെ ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ദുൽഖർ സൽമാന്റെ ആവശ്യം പരിഗണിച്ച് പിന്നീട് വാഹനം വിട്ടുകൊടുക്കണമെന്ന് ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന് കസ്റ്റംസ് നിർദ്ദേശിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ അപേക്ഷ സമർപ്പിച്ചത്. രേഖകളടങ്ങിയ അപേക്ഷയാണ് സമർപ്പിച്ചത്. ആ അപേക്ഷയിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഈ അപേക്ഷയിൽ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു സംശയമുണ്ടെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം ഉടൻ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ആവശ്യമെങ്കിൽ ദുൽഖർ സൽമാനെ നേരിട്ട് വിളിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് കസ്റ്റംസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ അങ്ങനെ വാഹനം വിട്ടുകൊടുത്താൽ കസ്റ്റംസ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരും. ആ ഒരു നിലയിലേക്ക് അതിൽ കസ്റ്റംസ് ഉടൻ തീരുമാനമെടുക്കില്ല. അതുകൊണ്ട് തന്നെ വാഹനം ഉടൻ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം തന്നെ കോടതിയിൽ ഇക്കാര്യം വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ട് വാഹനം വിട്ടുകൊടുത്തില്ല എന്ന കാര്യം കോടതിയെ ധരിപ്പിക്കാനും കസ്റ്റംസ് നീക്കമുണ്ട്. എന്തായാലും ഓപ്പറേഷൻ നംകൂറിന്റെ ഭാഗമായി തന്നെ 3 വാഹനമാണ് പിടിച്ചെടുത്തത്. അതിൽ ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചതും. അതിലാണ് ഇപ്പോൾ കോടതി ഉടൻ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കസ്റ്റംസ് ഉടൻ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ മറ്റുള്ളവരും കോടതിയെ സമീപിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരും. അത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് കസ്റ്റംസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കൊള്ളാം, കസ്റ്റംസിന്റെ വിലയിരുത്തൽ കൊള്ളാം. മണ്ടത്തരമെല്ലാം കാണിച്ചിട്ട് വാഹനങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരുപാട് ആളുകൾ കോടതി വഴി ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. നിയമപരമായിട്ടാണ് വാഹനം എടുത്തതെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു ചോദിക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അത് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കാണാൻ ഇടയുണ്ടായ ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ആ പരിസരത്ത് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും പല വാഹനങ്ങളും ലേലത്തിൽ വിൽക്കുകയും അതേപോലെ തന്നെ പല വാഹനങ്ങളും തിരികെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് കണ്ടത്. എന്നിട്ടും മമ്മൂട്ടിയുടെ മകൻ്റെ വാഹനം തിരികെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കളിയില്ലേ? നമുക്കെല്ലാവർക്കും അറിയാം ഇതിലെന്താണ് കളിയുള്ളതെന്നുള്ളത് അല്ലേ. ഇതൊരു ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയെയും ദുൽഖർ സൽമാനെയും എല്ലാം അടിച്ചമർത്തി കളയാമെന്നുള്ളൊരു ധാർഷ്ട്യം തന്നെയാണ്. 100-ലധികം വാഹനങ്ങൾ ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്കകത്തേക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യപ്പെട്ടിട്ടും നാളിതുവരെയും ഇതൊന്നും കണ്ടില്ല എന്ന് കണ്ണടച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ശമ്പളവും കിമ്പളവും എല്ലാം വാങ്ങിയ ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെയും ദുൽഖർ സൽമാനെതിരെയും സംസാരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഈ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് മിണ്ടിയില്ല? അത് നിങ്ങളുടെ കഴിവുകേടാണ്. ദുൽഖർ വാങ്ങിയ വാഹനങ്ങൾ 3-4 ഓണറിന്റെ കയ്യിൽ നിന്നാണ് ദുൽഖർ വാങ്ങിയത്. ദുൽഖർ 4-ാമത്തെ 5-ാമത്തെ ഓണറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ 1, 2, 3 ഓണേഴ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1, 2, 3 ആളുകൾ ഈ വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എംപരിവാഹൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കഴിവുകേടാണ്. അപ്പോൾ ഈ ഒരു കഴിവുകേടെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അതെല്ലാം മറയ്ക്കാനായിട്ട് ദുൽഖർ സൽമാനെയും മമ്മൂട്ടിയും പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് ചർച്ച പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും ആ ഒരു പേരിന് കിട്ടുന്ന ആ ഒരു ന്യൂസ് വാല്യൂ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും സെൻസേഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്യുന്ന വെറും വൃത്തികെട്ട നാടകമാണ്, ഒരുമാതിരി ചീപ്പ് പരിപാടി. ആ ചീപ്പ് പരിപാടിയുമായിട്ടാണ് മമ്മൂട്ടിയുടെയും മകൻ്റെയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കയറി ഇവന്മാർ കളിക്കാൻ പോയിരിക്കുന്നത്. മമ്മൂക്കയുടെ 369 ഞാൻ എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ പോയ സമയത്ത് മമ്മൂക്കയുടെ വാഹനങ്ങളുടെ ശേഖരം കണ്ടതാണ്. ആ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള എല്ലാ മോഡലുകളും മമ്മൂക്കയുടെ ഗ്യാരേജിലുണ്ട്. നമുക്കറിയാം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ, അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വാഹനം ഉണ്ടെങ്കിൽ അയാൾ ആ വണ്ടി വാങ്ങിയിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അതേ ക്രൈസ് തന്നെയാണ് മമ്മൂട്ടിയുടെ മകനുമുള്ളത്. മമ്മൂട്ടിയേക്കാൾ ഒരുപടി മുകളിലാണ് മമ്മൂട്ടിയുടെ മകൻ്റെ ക്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹന ക്രൈസ് ഉള്ള ആളുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പരിപാടിയാണോ ഇത്? ഒരിക്കലുമല്ല. ഈ ഒരു വിഷയം ആദ്യഘട്ടങ്ങളിൽ വന്നിരുന്നത് പൃഥ്വിരാജിനെതിരെയും അമിത് ചക്കാലക്കലിനെതിരെയും ദുൽഖർ സൽമാനെതിരെയുമായിരുന്നു. ഈ ഒരു വിഷയം തുടങ്ങി ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അമിത് ചക്കാലക്കലില്ല, പൃഥ്വിരാജില്ല, ആകെയുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും. ഇവർക്കെതിരെ മാത്രമാണ് ഇവർ ഈ ഒരു അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. കാരണം ഇവർ മുസ്ലിംസ് ആണല്ലോ.
അതുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മുസൽമാൻ ഒന്നും ഇവിടെ വേണ്ട എന്നുള്ളൊരു ധാർഷ്ട്യം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ 100ഓളം വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റുമതിയൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുമ്പോൾ ആ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചതായിട്ടോ അല്ലെങ്കിൽ കണ്ടുപിടിച്ചതായിട്ടോ ഉള്ള രേഖകൾ ഇവർ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവരാകെ പറഞ്ഞിരിക്കുന്ന മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും വാഹനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത്രയ്ക്ക് ആണത്തവും ധൈര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ആ 100 വാഹനങ്ങൾ ഏതൊക്കെ വാഹനങ്ങളാണോ അത് കണ്ടുപിടിച്ച് അതിനുള്ള ഉടമസ്ഥന്മാർ ആരൊക്കെയാണോ അവരുടെ പേരിൽ ഒരു ആക്ഷൻ എടുക്കുക. മിക്കവാറും ഏതെങ്കിലും സംഖ്യക്കുട്ടന്മാരുടെ കയ്യിൽ ഈ വണ്ടി കാണും കേട്ടോ. അതുകൊണ്ട് മിണ്ടാതെങ്ങിരിക്കും. മമ്മൂട്ടിയുടെ വിഷയങ്ങൾ തള്ളിക്കയറ്റി വിടുമ്പോൾ ഇതെല്ലാം ഒരു സൈഡിലേക്ക് അങ്ങ് പോകുമെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ പരിപാടി കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറയുകയുണ്ടായി, കേന്ദ്രമന്ത്രിയായി ഇരുന്നുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടിയും ദുൽഖറിനെയും ഒക്കെ സിനിമാ രംഗത്തുള്ള ആളുകളെ ഇതിലേക്ക് വലിച്ചഴക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ തന്നെ പറയാതെ പറയുന്നുണ്ട് തൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികളാണിതെന്നുള്ളത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും സംഘിക്കുട്ടന്മാർ മെഴുകിയതും സംഘിക്കുട്ടന്മാർ കളിച്ച കളിയുമെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറാൻ പോവുകയാണ്. ഹൈക്കോടതിയുടെ അടുത്ത അറിയിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നല്ലതിനൊപ്പം അല്ലെങ്കിൽ നേരിനൊപ്പം നിൽക്കുക മാത്രമേ നമ്മുടെ ഹൈക്കോടതി ചെയ്യുന്നുള്ളൂ. അന്നും ഇന്നും എന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിലും ആ ഒരു നിലപാട് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ക്രിസംഗികളുടെയും സംഘിക്കുട്ടന്മാരുടെയും മെഴുകലുകൾ ഒക്കെ രീതിയിലേക്ക് ഇവന്മാർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. യാഥാർത്ഥ്യങ്ങളാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും ദുൽഖർ സൽമാനെതിരെയും മമ്മൂട്ടിക്കെതിരെയും കളിച്ചപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. ഇനി എന്തായാലും നിങ്ങൾ കളിച്ചു, അതിനുള്ള മറുപടിയുമായിട്ട് ഇതുവരെ ഒന്നും മിണ്ടാതിരിക്കുന്ന മമ്മൂട്ടി കഴിവുകെട്ടവനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ മമ്മൂട്ടി നിയമമെല്ലാം പഠിച്ച് അരച്ച് കലക്കി കുടിച്ചതിന് ശേഷമാണ് അയാൾ സിനിമയിലേക്ക് വന്നത്. അങ്ങനെ വന്നിട്ടൊരു വ്യക്തിക്ക് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റിയും നല്ല അറിവുണ്ട്. ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനോ ഒരു ED ഉദ്യോഗസ്ഥനോ അറിയത്തില്ലെങ്കിൽ പോലും അതിനേക്കാളൊക്കെ നിങ്ങളെക്കാൾ ഒരുപാട് ഓണം ഉണ്ടവനാണ് മക്കളെ മമ്മൂട്ടി. അതുകൊണ്ട് തന്നെയും നിനക്കൊക്കെയുള്ള മറുപടി ഏതൊക്കെ രീതിയിൽ തരാൻ പറ്റും ആ രീതിയിലൊക്കെയും നിന്നെയൊക്കെ അറിയിക്കുമെന്നുള്ളതും നീയൊക്കെ എവിടെ കയറിയാണ് കളിച്ചതെന്നുള്ളതിനുള്ളൊരു മറുപടി നിൻ്റെയൊക്കെ വായിൽ നിന്ന് തന്നെ പറയിപ്പിക്കുമെന്നുള്ളതും ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.